ഫ്രണ്ട്സ് തന്നെയാണേ. അപ്പോൾ ഇന്ന് തിരുവോണമാണ് കേട്ടോ. തിരുവോണ ദിവസവും ഞാനിവിടെ ഉണ്ണിയപ്പക്കടയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, എന്താ നിനക്ക് ഓണം ഇല്ലേ, ഓണസദ്യ ഇല്ലേ, ഡ്രസ്സ് ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയണത് എന്നും ഞാൻ ഇടാറുള്ള എൻ്റെ ഡ്രസ്സാണ്. പിന്നെ 100 രൂപയുടെ ഒരു ഷോളാണ് ഞാൻ പുതിയതായി എടുത്തിരിക്കുന്നത്. അപ്പം ഒരു ഓണക്കോടി വേണമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതൊരു ഷോളാക്കി ഞാൻ മാറ്റി മക്കൾക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പോലും എനിക്ക് കട അതായത് പണി ഇല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ, വർക്ക് ഇല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം തന്നെയാണ് എനിക്ക്. കാരണം ഒരുപാട് എന്താ പറയുക, മുക്കേറ്റം കടമാണ് എനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ കടത്തിൻ്റെ തീവ്രത എത്രയുണ്ട് എന്നുള്ളത് ഞാനൊരു വോയിസ് ഇവിടെ വയ്ക്കാം. അപ്പോഴേ ഹലോ ചേച്ചി കളക്ഷൻ എന്തായി? എൻ്റെ ആയിട്ടില്ല, ഞാൻ അതാണ് ഇന്നലെ പറഞ്ഞത്. എന്താ ചെയ്യാ, നിങ്ങളൊന്ന് ആലോചിക്കുക. എനിക്ക് അഡ്വാൻസ് ആയിട്ട് എടുക്കായിരുന്നു, ആ പൈസ ചെലവാക്കില്ല. ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ഹോളിഡേ അല്ലേന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഓണത്തിനൊക്കെ വരിക പറഞ്ഞാൽ ഇതുവരെ എങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. അതിന്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ടാണ്. കാരണം വെച്ചാൽ പൈസ ഒന്നുമില്ല, കാരണം ഇന്ന് കടയും കൂടി ഇല്ലാത്തതാണ്. എനിക്ക് നാളെ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുള്ളൂ. നാളെ എന്തെങ്കിലും കച്ചവടം ചെയ്തിട്ട് എനിക്ക് അത് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും. ശരി, കുഴപ്പമില്ല. മനസ്സിലാവുള്ളൂ. അപ്പം മാക്സിമം എനിക്ക് എന്താ പറയാ, കട ലീവാക്കാതെ പോകണം എന്നാണ് ആഗ്രഹം. കാരണം ചെറിയ രീതിയിലെങ്കിലും അതെന്താ പറയുക, തേങ്ങക്കൊത്തും അതൊക്കെ ആയിരുന്നേ. അപ്പോൾ അത് പെട്ടെന്ന് ഇതായി. അപ്പോൾ ചെറിയ രീതിയിലെങ്കിലും എനിക്ക് വരുമാനം കിട്ടിയാലാണ് എനിക്ക് പിന്നെ മുന്നോട്ട് പോകാൻ, എനിക്ക് ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാ ആളുകളും പുറത്തു നിന്ന് കാണുന്നവർക്ക് ഞാൻ ഭയങ്കര എന്തൊക്കെയോ സംഭവമാണെന്ന് വിചാരിക്കും. പിന്നെ 1,36,000 സബ്സ്ക്രൈബേഴ്സും പിന്നെ 20,000 എത്രയാണ്, 20,000 30,000 ഫോളോവേഴ്സുണ്ട് ഫേസ്ബുക്കിൽ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വിചാരിക്കും വലിയ ഞാൻ എന്തൊക്കെയോ ആണെന്ന് എല്ലാവരും വിചാരിക്കും. ഞാനൊന്നുമല്ല, ഞാൻ വെറും സാധാരണക്കാരി തന്നെയാണ്. അന്നാൾ കൊണ്ടുവന്നാലേ എനിക്ക് ലൈഫുള്ളൂ. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ പ്രശ്നം ഭയങ്കര പ്രശ്നമായിരിക്കും, ഭയങ്കര ഗുരുതരമായിരിക്കും. ആ അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് തന്നെ. എന്തായാലും എല്ലാവർക്കും എന്താ പറയുക, ഓണാഘോഷവും പിന്നെ നബിദിനാഘോഷമൊക്കെ കഴിഞ്ഞു. നബിദിന റാലിയുടെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഓണത്തിന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. ഇവിടെ ഞാൻ അച്ഛൻ്റെയും അമ്മൻ്റെയും ഒരു ചെറിയൊരു വീഡിയോ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും ചേർന്നിട്ട് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞാൻ ഓടിപ്പോയത്. എന്നിട്ട് പോയി ഞാൻ പ്ലേറ്റിൽ വേഗം ചോറെടുത്ത് കഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതേ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സംഭവമാണിപ്പോൾ ഞാൻ എല്ലാവരുടെ മുന്നിലും. പക്ഷേ ഞാൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞാലേ എന്നെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.